എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ നമ്പർ 1 ഡേറ്റിംഗ് ആപ്ലിക്കേഷനായ ഡോസ്റ്റാപ്പ് എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ നമ്പർ 1 ആയത് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇത് ഞാൻ പറഞ്ഞല്ല, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന കുറേ വ്യക്തികൾ പല സൈറ്റിലായിട്ട് അവരവരുടെ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, അതെങ്ങനെയാണ്, അതിനെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഈ ഗേൾസിന് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കോൾ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ കോൾ, ഓഡിയോ കോളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെറിയ രീതിക്കൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ, പിന്നെ അതേപോലെ തന്നെ കുറച്ച് വ്യക്തികൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസം ഒന്ന് നോക്കി ഡിലീറ്റ് ആക്കിയിട്ട് പോണ കുറച്ച് വ്യക്തികളുണ്ട്. അപ്പോൾ അവർക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് 1, 2, 3, 4 കൂടുതൽ നമ്പറിൽ നിന്ന് കോൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. സാധ്യതയല്ല, എന്തായാലും വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ദോസ്താപ്പ് എന്നൊരു നെയിമിലാണ് ഈ ഒരു കോൾ വരുന്നത്. അത് 2, 3 വേരിയേഷനായിട്ടുള്ള നമ്പറിൽ നിന്നായിരിക്കും ഈ കോളൊക്കെ വരിക. അപ്പോൾ ഇങ്ങനെ കോൾ വരുന്ന സമയത്ത് ചില വ്യക്തികളൊക്കെ പേടിക്കും. അത് പേടിക്കുന്നത് കൊണ്ട് നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മളുടെ ഡാറ്റാസ്, നമ്മുടെ നമ്പർ അതേപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ എന്തായാലും ജോയിൻ ചെയ്യാൻ നമ്മൾ കൊടുക്കണം. ഈ നമ്മുടെ ഡാറ്റ ചിലപ്പോൾ തേർഡ് പാർട്ടി ആൾക്കാർക്ക് കൊടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അവർക്ക് നിങ്ങളെ വിളിച്ചിട്ട് സ്പാം ചെയ്യാനും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ അവർക്ക് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ പേടിക്കുന്നത് കൊണ്ട് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അവർ കോൾ വിളിക്കുമ്പോൾ കോൾ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഒരു ദിവസം തന്നെ 10-30 കോളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോൾ അത് റിയലായിട്ടുള്ള അവരുടെ ഒരു കോൾ തന്നെയാണ്. അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷനിൽ കയറാത്തത്, എന്തുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തത് എന്ന് ചോദിക്കാം. പക്ഷേ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കോൾ വരുന്നത് പെൺകുട്ടികൾക്ക് മാത്രമാണ്, ആണുങ്ങൾക്ക് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് നമ്മൾ കോൾ ക്രിയേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവിടെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനായിട്ടൊരു ഫോം തന്നെ നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. ഗൂഗിളിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങളുടെ ഫോൺ നമ്പർ, നെയിം, കാര്യങ്ങൾ അതിലെന്തൊക്കെയാണോ ചോദിക്കുന്നത് അതൊക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് വെക്കുക. അവർക്ക് നിങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു സെക്ഷനിലേക്ക് നിങ്ങളവർ ആഡ് ചെയ്യും. പക്ഷേ ഇതും ഗേൾസിന് മാത്രമുള്ളൊരു ഫീച്ചറാണ്. നിങ്ങളൊരു ആപ്ലിക്കേഷൻ്റെ ഫോം നോക്കിയാൽ തന്നെ അറിയാം, ഒരു ഓട്ടോമാറ്റിക്കലായിട്ട് ഫീമെയിൽ എന്നൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്ത് കാണും. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ തന്നെ അറിയാം. അതിൻ്റെ ഞാൻ വിഷ്വലും കാര്യങ്ങളൊന്നും ഇവിടെ കൊടുക്കുന്നില്ല. പിന്നെ മെയിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന കുറച്ച് വ്യക്തികൾ ഫേസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയണ പൈസ നമ്മൾ റീചാർജ് ചെയ്തിട്ട് കുറച്ച് കോയിൻസൊക്കെ നമ്മൾ വാങ്ങി വയ്ക്കും. ആ സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സിഗ്നൽ കട്ടാവുക, അതേപോലെ കോൾ സ്റ്റക്ക് ആവുക, വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ വീഡിയോ കോൾ സ്റ്റക്ക് ആവുക, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഈ മിനിറ്റ് അവിടെ റണ്ണായി കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ കോയിൻസൊക്കെ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ കുറേ ആൾക്കാർ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബോയ്സ് പല ഗേൾസിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പൈസയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഒരു 1000 രൂപ കൊടുത്തിട്ട് ഈ ആപ്ലിക്കേഷനിൽ റീചാർജ് ചെയ്യുകയാണ്. എന്നിട്ട് അവർ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് പ്രശ്നം ഒന്നും പറയാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് അവർ ബാൻ ചെയ്യും, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ തുറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവും. അപ്പോൾ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ എമൗണ്ട്, ആ ഒരു എത്ര രൂപ റീചാർജ് ചെയ്ത ആ കോയിൻസ് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ പല യൂസർമാർക്കും വരുന്നുണ്ട്. അത് കുറേ സൈറ്റിൽ അത് മെൻഷൻ ചെയ്ത് ഞാൻ കണ്ടു. ഇനിയൊരു പ്രശ്നം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്കാമിങ്, അതേപോലെ ഫേക്കായിട്ടുള്ള അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് പറഞ്ഞ് പറ്റിച്ച് പൈസ ഉണ്ടാക്കണ കുറേ വ്യക്തികൾ ഉണ്ട്. അത് എല്ലാ ഡേറ്റിംഗ് ആപ്ലിക്കേഷനിലും ഉള്ളൊരു കാര്യമാണ്. അതിനൊക്കെ മെയിനായിട്ടുള്ള നടപടികൾ ഇവർ തന്നെ എടുത്താൽ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ കുറേ പെണ്ണുങ്ങൾ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിനിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് മറുപടി പറയാനൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ സംസാരിക്കാത്തതിന് അവിടെയും ഇവിടെയും വന്ന് കമൻറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പറയാനില്ല. ഇരിക്കുന്ന വ്യക്തികൾക്ക് മെയിനായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോള് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് വീഡിയോ കോളിലാണ്. രണ്ടാമത്, നിങ്ങൾ വീഡിയോ കോൾ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഓപ്പോണൻ്റുള്ള വ്യക്തി അത് റെക്കോർഡ് ചെയ്ത് വെച്ചാലും നിങ്ങൾക്ക് തന്നെയാണ്
പ്രശ്നം വരുന്നത്. ചില ആപ്ലിക്കേഷനിലൊക്കെ ഈ ന്യൂഡിറ്റി അതേപോലെ തന്നെ സെക്ഷുവലായിട്ടുള്ള ടോക്ക് അല്ലെങ്കിൽ വീഡിയോ അങ്ങനെയുള്ള ഇത് വരുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി ബ്ലർ ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്യുക അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ പല ഡേറ്റിംഗ് ആപ്ലിക്കേഷനിലൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഡേറ്റിംഗ് ആപ്ലിക്കേഷനിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഷെയർചാറ്റ് തന്നെയാണ് പറയുക. അതിൽ ഉപയോഗിക്കുന്ന കുറേ വ്യക്തികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം സിറ്റുവേഷനൊക്കെ വരുമ്പോൾ കോൾ ഓട്ടോമാറ്റിക്കലി കട്ടാവും, ബാനാവും. അതേപോലെ വീഡിയോ കോളിൽ ഇങ്ങനെ ന്യൂഡിറ്റി നമ്മൾ കാണിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു സൈഡൊക്കെ ബ്ലറാവും എന്നൊക്കെ അവിടെ അത് ഉപയോഗിക്കുന്ന വ്യക്തികൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടില്ല, എനിക്കത് താല്പര്യമില്ലാത്ത കാരണമാണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ദോസ്ത് ആപ്പ് പോലുള്ള പല ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചും കൊണ്ടൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഉള്ളൂ ഗൈസ്, എല്ലാവരും സേഫായിട്ട് ഈ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.